ഫ്രണ്ട്സ്, എല്ലാവർക്കും ആയിഷാസ് കുക്ക് ബുക്കിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബ്രൗണി ചോക്ലേറ്റ് മോസി ഐസ്ക്രീമാണ്. നല്ല അടിപൊളി ഐസ്ക്രീമാണ്. കാരണം ഓവറായിട്ട് തണുപ്പൊന്നുമില്ല, പക്ഷെ വായിലിടുമ്പോൾ തണുപ്പുണ്ട്, പിന്നെ അലിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. അത്രയും ക്രീമി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്, ഒരു വെറൈറ്റി ഐസ്ക്രീമാണ്, വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ഈ ഒരു ഐസ്ക്രീം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ ബ്രൗണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണാം. എന്നിട്ട് ഈ ഐസ്ക്രീം ഉണ്ടാക്കാം. നല്ല അടിപൊളി ഐസ്ക്രീമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ബ്രൗണി ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് തിക്ക് ക്രീം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം അല്ല എടുക്കുന്നത്, അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും. ഈ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ തിക്ക് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം രണ്ടും സെയിം തന്നെയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമ്മളെ ക്രീമിനെ. അപ്പോൾ നമ്മളെ ക്രീം കുറച്ചൊന്ന് ലൂസായി വന്നിട്ടുണ്ട് ഒന്ന് ബീറ്റ് ചെയ്തപ്പോൾ. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് വീട്ടിലുണ്ടാക്കിയ കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ ഞാൻ നല്ല മധുരം ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് മതിയുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 1/2 കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ബീറ്റർ ഓൺ ആക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വനിലാൻ്റെ എസെൻസ് ഇല്ല എൻ്റെ അടുത്ത്, അപ്പോൾ ഞാൻ വനിലിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അന്നേരം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ തിക്ക് ക്രീമൊക്കെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ബ്രൗണി കേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കി പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. കേക്കൊക്കെ നമ്മൾ ഇഷ്ടമുള്ള വലുപ്പത്തിൽ, ചിലത് വേണമെങ്കിൽ പീസാക്കി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ കൈകൊണ്ടാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള വലുപ്പത്തിലൊക്കെ നമുക്ക് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് പൊടിച്ചിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ ഭാഗത്തും കഴിക്കുമ്പോൾ എല്ലാ ഭാഗത്തും ആ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കും ക്രീമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ.
അപ്പോൾ നമ്മൾ ബ്രൗണി ഐസ്ക്രീമിനെ നമുക്ക് സെറ്റാവാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ബൗളിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഞാനൊരു 4 മണിക്കൂർ ഇത് സെറ്റാവാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ മേലേക്ക് കുറച്ച് ബ്രൗണി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബ്രൗണി പൊടിച്ചത് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ അതൊക്കെ ഇഷ്ടമാണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 hours വെക്കാം. അങ്ങനെ 4 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത് നമ്മൾ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റായിട്ട് സ്കൂപ്പ് ചെയ്യാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഇതൊന്ന് പുറത്തെടുത്ത് വെക്കുക. കാരണം നമ്മൾ തിക്ക് ക്രീം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഐസ്ക്രീമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ തണുപ്പില്ല. നമ്മൾ വായിലിടുമ്പോൾ നമുക്ക് ആ ഒരു തണുപ്പിൻ്റെ ഫീൽ ഉണ്ട്. അപ്പം തന്നെ അലിഞ്ഞു പോകും, അത്രയും ക്രീമിയാണ്. പിന്നെ തൊണ്ടവേദന ഒന്നും വരില്ല, അത് ഉറപ്പാണ്. കുട്ടികൾക്കൊക്കെ ധൈര്യത്തിൽ കൊടുക്കാം. നല്ല ക്രീമിയാണ് ഈ ഐസ്ക്രീം വെച്ചിട്ടുണ്ടെങ്കിൽ. അലിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രീമിയാണ്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ കൂടെ അലിഞ്ഞാലും കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്യാം, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ഈ ബ്രൗണീൻ്റെ റെസിപ്പി കാണാത്തവർ ബ്രൗണീൻ്റെ റെസിപ്പി ഒന്ന് പോയിട്ട് കാണാം. ഞാൻ അതിൻ്റെ ലിങ്ക് ലാസ്റ്റ് ഇടുന്നുണ്ട്, വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.